ഇന്ന് എന്താ ഉണ്ടാക്കണതെന്ന് മനസ്സിലായില്ലേ? ഉഴുന്നുവടയാണ് കേട്ടോ. ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഴുന്നുവടയും സാമ്പാറുമാണ്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട. ഇതിനായിട്ട് നമ്മൾ 1 കപ്പ് ഉഴുന്നെടുത്ത് തലേ ദിവസം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ആ വെള്ളമാണ് നമ്മളിപ്പോൾ മാറ്റിക്കളയണത്. ഉഴുന്നുവടയ്ക്ക് ഉഴുന്നരയ്ക്കുമ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വെള്ളം ഒട്ടും ഇല്ലാണ്ട് നമ്മൾ അരച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അങ്ങനെ ഇത് മിക്സിയുടെ ജാറിലേക്ക് 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അരയണ ജാർ എടുത്തോളൂ, നല്ല മുറിച്ചുള്ള ബ്ലേഡുള്ള ജാർ എടുത്തോളൂ കേട്ടോ. നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയ നല്ലതാണ്. അപ്പോൾ ഇതൊരു 1/4 കപ്പിൻ്റെ പകുതി വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഉഴുന്നിൻ്റെ വെള്ളം മാറ്റി വെച്ചില്ലേ, അതാണ്. അതിൽ നിന്ന് 1 സ്പൂൺ വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോൾ ഉഴുന്നുവടയ്ക്ക് അരയ്ക്കുമ്പോൾ പ്രശ്നം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒറ്റ തവണയൊന്നും അരച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കറക്കി കറക്കി നന്നായിട്ട് അരഞ്ഞതിന് ശേഷമാണ് 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടു. കുറേശ്ശെ ഇട്ട് അരച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉഴുന്നായതുകൊണ്ട് വെള്ളമില്ലാണ്ട് അരയ്ക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ഇത് ചതഞ്ഞ് കിടക്കണ കണ്ടിട്ട് പേടിക്കണ്ട. അത് 2-3 പ്രാവശ്യം ഇങ്ങനെ അതിൻ്റെ ചുറ്റിയിൽ നിന്ന് ഇങ്ങനെ വടിച്ചൊക്കെ ഇട്ട് വീണ്ടും 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 അരയ്ക്കുക. അപ്പോൾ ശരിയാവും. ഇതിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ചിലർ ഉഴുന്ന് തണുപ്പിച്ചിട്ട് അരയ്ക്കും. ഇതിപ്പോൾ തണുപ്പിച്ചിട്ടൊന്നുമില്ല. സാധാ പോലെ പുറത്ത് വെച്ച ഉഴുന്ന് തന്നെയാണ് ഇങ്ങനെ അരച്ചെടുത്തത് കേട്ടോ. മിക്സിയുടെ ജാറ് അധികം ചൂടായിട്ടൊന്നുമില്ല. ഈ എല്ലാ മാവും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി വെച്ചാൽ നല്ലതാണ്. എന്നിട്ട് അത് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോയത് കേട്ടോ. അതവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് വട ഉണ്ടാക്കുന്ന നേരത്തെ അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും, പിന്നെ ഉള്ളി അരിഞ്ഞ്, പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. കാരണം ഇതിൽ കുരുമുളക് ഉണ്ടല്ലോ. അങ്ങനെ എല്ലാതും അരിഞ്ഞിട്ട് കൊടുത്തു. കുറച്ച് ഉപ്പ്, നമ്മൾ കറി കൂട്ടി കഴിക്കണം, കാരണം അധികം ഉപ്പ് വേണ്ട. അപ്പോൾ അങ്ങനെ എല്ലാതും കൂടെ മിക്സ് ചെയ്തു. ഇത് നമ്മൾ വട ഉണ്ടാക്കുന്ന നേരത്താണ് കേട്ടോ അത് മിക്സ് ചെയ്തത്. നേരത്തെ നമ്മൾ മാവ് മാത്രമാണ് അവിടെ അടച്ചു വെച്ചിരുന്നത്. ഇത് മുന്നേ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കണ്ട. അങ്ങനെ നമ്മളൊരു പാൻ വെച്ച് ആദ്യം നന്നായിട്ട് ചൂടാക്കുക. അതിന് ശേഷം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ മീഡിയത്തിലേക്ക് വയ്ക്കുക. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവില്ലേ വേഗം. പിന്നെ നമുക്കൊരു നല്ല വെള്ളം പാത്രത്തിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് അത് ഉണ്ടാക്കുന്ന നേരത്ത്. അങ്ങനെ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് മാവ് എടുക്കുക. മാവ് കുറച്ചെടുത്താൽ മതി ആദ്യം. ചെറിയ ചെറിയ വട ഉണ്ടാക്കിയാൽ മതി. എൻ്റെ കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടുക. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല വെള്ളമുള്ള. അങ്ങനെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുക്കുക. അതിങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മിനിറ്റ് വേണ്ട, ഒരു 30 സെക്കൻഡ് മതി. അപ്പോഴേക്കും നമുക്കിത് തിരിച്ചിടാൻ പറ്റും. പിന്നെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് അതിൽ എത്ര എണ്ണം ഇട്ട് കൊടുക്കുക എന്ന് തീരുമാനിക്കുക. ഇവിടെ ഇപ്പം ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് 3 എണ്ണം ഇടാൻ പറ്റുള്ളൂ കേട്ടോ. കൂടുതലിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിൻ്റെ പത നിൽക്കില്ലേ, പത നിൽക്കും. വേറെ വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പതയിൽ നിൽക്കും, അതായത് തിളക്കിൽ നിൽക്കും എണ്ണയുടെ. അപ്പോൾ നമ്മളത് എടുക്കുക. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കിയാൽ തന്നെ ആദ്യം എടുത്ത് നോക്കുക. എന്നിട്ട് അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ. അതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ അത്ര സമയം തന്നെ ഇട്ടാൽ മതിയെന്ന്. ഇതുപോലെ കണ്ടില്ലേ, അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഒരെണ്ണം എടുത്താൽ നമ്മൾ ആ ഗ്യാപ്പിലേക്ക് വേറെ ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഇങ്ങനെ പതഞ്ഞ് വരുന്നില്ലേ, ഈ പതയിൽ നിൽക്കും വെന്ത് കഴിഞ്ഞാൽ. ഇതിന് അങ്ങനെ പത വരില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് അതാണ് വെന്തു എന്ന് മനസ്സിലായി നമ്മൾ എടുക്കുക. ഇപ്പോൾ ഷേപ്പൊന്നും നമ്മൾ നോക്കണ്ട കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വടയ്ക്ക് ഷേപ്പൊന്നും വേണ്ട, പക്ഷെ ടേസ്റ്റ് സൂപ്പറായിരിക്കും. ഇത് കുറച്ച് നേരം തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് അരച്ചതേ, അപ്പോൾ കുറച്ചും കൂടെ നമുക്കിങ്ങനെ പിടിക്കാൻ ഷേപ്പാക്കാനായിട്ട് ഈസി ആയിരിക്കും. അല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഷേപ്പൊന്നും പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല സൂപ്പർ വടയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കാരണം വെള്ളം ഒട്ടുമില്ലെങ്കിൽ വട കുറച്ച് ഹാർഡാവും ഉള്ളിൽ. ഞാൻ കുറച്ച് ഇങ്ങനെ ലൂസിലിരിക്കണ മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇത് നല്ല സൂപ്പർ വടയായിരുന്നു. അപ്പോൾ നമ്മൾ സാമ്പാർ നേരത്തെ ഇടയിൽ ഉണ്ടാക്കിയതാണ്. അതിപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് തുവരപ്പരിപ്പുണ്ടായിരുന്നു. അത് കഴുകിയിട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, സവാള, വെളുത്തുള്ളി, നമ്മുടെ വീട്ടിലുള്ള കഷ്ണങ്ങൾ. ഇത് മത്തങ്ങ, കുമ്പളങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ കഷ്ണങ്ങളൊന്നും വെച്ചിട്ടല്ല, നമ്മുടെ വീട്ടിൽ എന്ത് കഷ്ണങ്ങളുണ്ടോ അതിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് ഒരു ചെറിയ കഷ്ണം കായം, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ അതിൻ്റെ മുകളിൽ നികക്കെ നിൽക്കണം അത്ര വെള്ളം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പരിപ്പിൻ്റെയും കഷ്ണങ്ങളുടെയും അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. കുറേ വെള്ളം കണ്ടില്ലേ, വേണ്ട, ഇത്ര കണ്ടില്ലേ, ഇത്ര മതി. ഇതങ്ങനെ അടച്ച് വെയിറ്റ് ഇട്ടിട്ട് ഒരു വിസിൽ മതി. നമ്മുടെ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ വെന്തിട്ടുണ്ടാവും. ഒന്നും ഓവറായിട്ട് വെന്ത് പോവില്ല കേട്ടോ. ഒറ്റ വിസിലേ വെക്കാൻ പാടുള്ളൂ. കൂടുതൽ നേരം ഇരുന്നാൽ കഷ്ണങ്ങളൊക്കെ ആകെ ഉടഞ്ഞു പോവും. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇത് നല്ല ഈസി സാമ്പാറാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ പ്രോസസ്സുള്ള സാമ്പാറിനേക്കാൾ നല്ലത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അത് താളിക്കാനായിട്ട് എണ്ണ ചൂടായി കടുകും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായത്തിൻ്റെ പൊടി, പിന്നെ ഉലുവയുടെ പൊടി. അപ്പോൾ ഈ പൊടികൾ നമ്മൾ മുന്നേ തന്നെ മിക്സ് ചെയ്ത് വെക്കുക. താളിക്കാൻ നേരത്തല്ല, അങ്ങനെ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകില്ലേ കടുക്. അപ്പോൾ കടുക് പൊട്ടിക്കാൻ തുടങ്ങണതിൽ മുമ്പായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിതിപ്പോൾ അതിന് ശേഷം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഇത് വെള്ളം ചേർക്കാണ്ട് ഈ പൊടികൾ നേരിട്ട് അതിലിടാം. അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ കരിയെന്നുള്ള പേടി വേണ്ട. അഥവാ തീ ചൂട് കൂടിയിരിക്കുകയാണെങ്കിൽ പൊടി നേരിട്ട് ഇടണ്ട, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് പൊടിയൊന്ന് നനച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് മുന്നേ തന്നെ തയ്യാറാക്കി വെക്കണം കേട്ടോ. ആ കടുക് പൊട്ടിക്കാൻ പാത്രം വെച്ചതിന് ശേഷമല്ല, അതിന് മുന്നേ ഇത് തയ്യാറാക്കി വെച്ചിട്ട് കടുക് പൊട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ കടുകൊക്കെ കരിഞ്ഞു പോകും, കടുകും മുളകൊക്കെ. അങ്ങനത്തെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് വേഗം കരിയും. അങ്ങനെ ഇത് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ വെള്ളം ചേർത്ത കാരണം ആ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ പൊടികളൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഇതുപോലെ തന്നെ മുന്നേ തന്നെ നമ്മൾ പരിപ്പ് അടുപ്പത്ത് വെച്ച സമയത്ത് തന്നെ നമ്മൾ പുളി കുറച്ച് എടുത്തിട്ട് ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ബൗളെടുത്ത് അതിലേക്ക് പുളിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഒഴിക്കുന്ന സമയമായപ്പോഴേക്കും അത് തണുത്തു. നമ്മളത് പിഴിഞ്ഞെടുത്തിട്ട് ആ പുളിവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ പുളിവെള്ളം ആ പൊടികളും ഒക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. പിന്നെ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ നല്ല സുഖമല്ലേ, എളുപ്പമല്ലേ. പിന്നെ ഇപ്പോൾ തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപ്പും പച്ചക്കറികളും വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇങ്ങനത്തെ സാമ്പാറിൽ മല്ലിയില ഇട്ടാൽ നല്ല മണം ഉണ്ടാവും. ഈ സാമ്പാർ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡലിക്കും ഇതുപോലെ ഉഴുന്നുവടയ്ക്കും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു. ഇനി അതവിടെ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അപ്പോഴേക്കും ഇത് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരും. പിന്നെ ഓവറായിട്ട് കുറുകാൻ നിൽക്കണ്ട, കാരണം തണുത്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നല്ല സൂപ്പറായിട്ടാണ്. വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ പുളി അധികം ഉണ്ടായില്ല, അതുകൊണ്ട് ശർക്കര ചേർത്തിട്ടില്ല. അപ്പോൾ ഇതേ കണ്ടില്ല, ഇത്ര കട്ടിയായി. അപ്പോൾ നമ്മുടെ സൂപ്പർ സാമ്പാറും പിന്നെ ഉഴുന്നുവടയും, ഈസി ആയിട്ടുള്ള ഉഴുന്നുവടയുടെ ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.